ആരാണ് ഇവിടെ? ആരാണ് ആരാണ് എന്റെ ചെപ്പുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്? ആർക്കാണ് ഇത്രയും ധൈര്യം? ആരാണെന്നാണ് ചോദിച്ചത്. ആർക്കാണ് ഇത്രയും ധൈര്യം വന്നത്? മനുഷ്യർ ഇത്രയും ആക്രമണം പിടിച്ചവരായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇവരാണോ എന്റെ മുത്തുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച മനുഷ്യൻ? നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? ഒന്നും അറിയാത്ത പാവങ്ങളാണത്രേ. അല്ല, നിങ്ങളല്ലേ മുത്തുകൾ മോഷ്ടിച്ചത്? സത്യം പറഞ്ഞോ? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് മുത്തെടുത്തത്? രണ്ട് മനുഷ്യർ ചേർന്നാണ് എന്റെ ചെപ്പിലെ മുത്തുകൾ എടുത്തെന്നാണ് ഞാൻ കേട്ടത്. കുടുംബത്തോടെ നിങ്ങൾ എന്റെ രാജ്യത്തേക്ക് വന്നോ? നോക്കിക്കോ, വന്നവരൊന്നും തിരിച്ചു പോവില്ല. ഈ കാര്യം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ, മനസ്സിലായോ? നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നന്നേ. ആയിക്കോട്ടെ. ഏത് നോട്ടുകൾ എഴുതണ്ടേ? സയൻസിലാണോ ബയോളജിയിലാണോ? എന്റെ രാജ്യത്ത് വന്ന് ചീന ചളിയൊടിക്കുന്നോടോ? നിന്നെയൊന്നും തിരിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെയൊക്കെ ഞാൻ ഇവിടെ തടവിലാക്കും. ഞാൻ മഹാറാണിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ലഭിച്ചോളും, തടവ് ലഭിച്ചോളും. നിങ്ങൾ ഇനി ഒരിക്കലും ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. കട്ടെടുക്കാൻ വന്നിരിക്കുന്നു അല്ലല്ലേ ഈ മനുഷ്യവർഗങ്ങളെ രാർത്തിക്കാരാ. അപ്പൊ നിങ്ങൾ പൗതി മനസ്സാനല്ലേ? അപ്പൊ നിങ്ങൾക്ക് യാർത്തിണ്ടാ? എന്റെ പള്ളി ഞാൻ കൊയ്ക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഉസ്മാനെ ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഇതേതോ കൂടി എനവാ. നിങ്ങളൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കുടുങ്ങും. നിങ്ങൾ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ ലഭിക്കും. എന്തിന് ഇവിടെ വന്ന ചെപ്പിലെ മുത്തെടുത്തു? എന്തിന്? ആരോട് ചോദിച്ചിട്ട്? പടയാളെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും അവൻ അവരെയും കൊണ്ട് വന്നില്ല. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഒരാളെ അയച്ചാലൊന്നും അവരെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. രണ്ടുപേരെ അയക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരാ? നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ആ ട്രാക്കിൽ നിങ്ങൾ പെട്ടതാണോ? പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം ഒരേ ഒരു മനുഷ്യനായിരുന്നു. ഇതിപ്പോ കുടുംബത്തോടെ കിട്ടിയല്ലോ. ട്രാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരാളെ കിട്ടിയിട്ടാ നടക്കണ്ടേ? നിങ്ങൾ ഞങ്ങൾക്ക് ചാടാൻ വേണ്ടി ഏറ്റാക്കണം. അടിച്ചൂടേനോ? പലതരം മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ എടുത്തനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. ഇത് കുറച്ച് റയർ പീസാ. അങ്ങനെ ഇങ്ങനത്തെ ഒന്നിനും കിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഇവനെക്കാളും കഷ്ടമായിരിക്കും ബാക്കി രണ്ടുപേർ. അതെയല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും അവനെന്റെ മുത്ത് ചെപ്പ് എടുത്തത്. അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരാരെന്നാ അവരുടെ വിചാരം? എന്റെ അവകാശത്തില്ല അവൻ എന്റെ മുത്ത് ചെപ്പ് എടുത്തത്. അതെനിക്ക് അറിയണം. അറിഞ്ഞേ തീരൂ. മനസ്സിലായോ? ഇനിയിപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടെന്താ? ഇടുത്ത ആൾക്കാരോട് പറയണ്ടേ? ഞങ്ങൾ എന്താ കാര്യം? ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പോയതാണ്. ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് നിന്ന് പറഞ്ഞേക്കോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നവരൊന്ന് രക്ഷിക്കണ്ട. ഞങ്ങൾക്ക് തന്നെ പോയാ മതി. അങ്ങനൊന്നുമില്ല. പറഞ്ഞേക്കുമ്പോ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പറഞ്ഞോളി. ഓഹോ, അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ? നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് വന്നല്ലേ? സത്യമായിട്ടും ഇതിക്ക് ചാടുന്ന വരെ എനിക്കറിയില്ലായിരുന്നു ഇതിന്റെ അടിയിൽ ഇങ്ങനെയൊക്കെ എഴുന്ന്. ഞാൻ വേറെ ഒരു കുഞ്ചാവുച്ചിട്ട് ചാടി പോയതാണ്. ഇനി മേലാണ് ഞാൻ ചാടൂലേ. നീ കളവ് പറയാണ്. എനിക്കറിയാം. നിനക്ക് എല്ലാം അറിയായിരുന്നു. നീ ഇവിടുത്തെ മുത്തുച്ചപ്പ് എടുക്കാൻ വന്നതല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. നീ അതിനു വേണ്ടി തന്നെയാ ഇങ്ങോട്ട് വന്നതെന്ന്. നിങ്ങൾ എന്റെ കൂടെ വരുന്നതാണ് ബുദ്ധി. ഇല്ല, ഞങ്ങൾ വരില്ല. ഇജ് തീരുമാനിച്ചോ? ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ആ കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ? ഞങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. എടാ മൊട്ടത്തലയാ, ഞങ്ങൾ തീരുമാനിച്ച മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ച മതി. എടാ മൊട്ടത്തലയാ, ഞങ്ങൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? മൊത്തത്തലയും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഭയമില്ലാത്തത്? നല്ല ഭയത്തെ ഞങ്ങൾ പെട്ടിട്ടടാ. ഇച്ചി ഞങ്ങൾ ഈ കുതിക്ക് ചാടിച്ചു കണ്ടേ. ഒരാളെ കണ്ടതൊക്കെ ഒന്നും വേണ്ട. ഞങ്ങൾ ഇമ്മാരി തുണിയിട്ട് വന്നവരൊക്കെ കണ്ടതന്നെയാണ്. ഇങ്ങനത്തെ കുറെ തുണിയിട്ട് കണ്ട് ഞങ്ങളുടെ ഫാഷൻസ് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു വാൾ ഇങ്ങനെ വെച്ച് നടന്നാലേ ഞങ്ങൾക്കൊന്ന് മനസ്സിലാടോ വിചാരിച്ചോ? ഒക്കെ മനുഷ്യന്മാരെന്നെ. നിങ്ങൾക്ക് ഒരു കഴിവില്ലല്ലോ. സിനിമയിലെ കള്ളം അടികൊന്ന് എന്തോ സാധനത്തെ വന്നിക്കണേ. എന്താണ്ട് ഞാൻ പേഴ്സണായിട്ട് വിചാരിച്ചേ കുഞ്ഞു കുറെ സിനിമ ഒക്കെ കണ്ടതാട്ടാ. ചിങ്ങോട്ട് പറ്റിക്കാൻ പറ്റില്ലേ? സിനിമ അതിന്റെ സാധനം നിങ്ങളുടെ പിന്നെ എനിക്ക് പച്ച മലയാളം പറയാൻ വെക്കണ്ടേ? അത് ഞാൻ ഏത് ഭാഷ സംസാരിച്ചേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയായിട്ട് കേൾക്കുള്ളൂ. എന്താ മോളേക്ക് നമ്മളെ മക്കാറൊക്കെ എന്താ പറ്റി എന്റെ വിചാരം? നേരൊക്കെ പറഞ്ഞ് നമ്മളാണ് പേടിച്ച് കൊണ്ടുന്ന അന്ന കണ്ടത് മനുഷ്യന്മാരെ കോൾ തന്നെയുണ്ട്. ഒരു കുട്ടിക്കാൾ മണ്ടിക്കട് അത് നമ്മൾ പഠിക്കുന്നില്ല. നമ്മളെ കുഞ്ഞുമോനെ മനസ്സിലായി. നമ്മളെ കുഞ്ഞുമോനെ പറ്റിക്കാനാവില്ല മക്കളെ. ശരിക്കും നിങ്ങൾക്ക് പറ്റാണോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവായിതാ നിങ്ങൾക്ക്? ഞാൻ അതിലൊന്നും മനസ്സിലാവുന്നില്ലേ? ഇവിടെ കുറെ അധികം പടയാളികളുണ്ട്. ഇപ്പോൾ എല്ലാവരും യുദ്ധത്തിന് പോയത് കൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഞങ്ങൾ തടവിട്ടേനെ. ഇവിടെ റാണിയും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ തടവിൽ കിടന്നേനെ. അതൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പേടിത്തൊന്നും ഇല്ലാന്ന്. നിങ്ങൾ എന്തിനു മനുഷ്യ സ്ത്രീയാണ്? നിങ്ങളെ സഹിക്കുന്നത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. 1000 വട്ടം സമ്മതിച്ചിരിക്കുന്നു. കുട്ടി, നീ എങ്ങനെയാണ് ഇവരെ സഹിക്കുന്നത്? കുഞ്ഞുമത്താൻ സഹിക്കാനൊന്നുമില്ലട്ടോ. അങ്ങനെയൊക്കെ തോന്നണേ. കുഞ്ഞുമത്ത ബുദ്ധിയിലാണ്. രണ്ടുപേർക്കും ഒരുപോലെ വട്ടാ. അതാ പ്രശ്നം. മനുഷ്യന്മാർ കുഴപ്പമില്ല. ഊട്ട് ഔഷധ നമ്മൾ പേടിച്ചോന്റെ വിചാരം എന്താ പതേ? അത്ര വലിയ ആളാണെങ്കിൽ നിങ്ങൾ തെളിയിച്ചടാ. മത്സ്യക്കന്യകനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പേടിച്ച് ഇവിടെ ഇരിക്കും. അങ്ങോട്ട് തെളിച്ചിട്ട് ഇങ്ങനെ മത്സ്യക്കന്യകനാ ഞാനെന്നാ കാണ്ടത് മത്സ്യക്കന്യകനാണെന്ന് ഞാൻ തെളിയിച്ചാ
ഞാൻ തെളിച്ചു തന്നാ നിങ്ങൾ പേടിക്കും. അതുകൊണ്ട് മാത്രമാ ഞാൻ തെളിച്ചു തരാത്തത്. പിന്നെ ഞാൻ തെളിച്ചു തന്നു കഴിഞ്ഞാ പിന്നെ നിങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല. നിങ്ങളേക്ക് ഞാൻ ഭക്ഷിക്കും. കണ്ണില്ലല്ലോ. എന്തീ കണ്ണി കിട്ടിയില്ല കുടിക്കാന്? നമ്മളെ മാത്രം തിന്നാൻ കിട്ടുള്ളൂ. ആ നല്ല കഥ കേട്ടോ. എന്ത് വിചാരിച്ച് കുഞ്ഞമ്മ പേടിക്കുന്ന? കുഞ്ഞമ്മ പേടിക്കൂലിനെ പറ്റി എന്ത് കൊലാൻ എനിക്ക് കാട്ടി തന്നാലും ഞാൻ പേടിക്കൂല. ഞാൻ ഇതൊക്കെ കൊറേ കണ്ട തന്നെയാണ് കേട്ടോ. നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നു തന്നെ. കുഞ്ഞമ്മത്ത ഞങ്ങളോട് പറയുന്ന പോലെ ഇയാളോട് പറയല്ലേ. ഇയാൾക്ക് ചിലപ്പോ കുഞ്ഞമ്മത്താനേക്കാൾ പ്രായം ഉണ്ടാവും. 2400 വയസ്സിലാ എന്റെ അടുത്തോ നിങ്ങൾ കുഞ്ഞെന്ന് പറയുന്നേ? 2400 വയസ്സോ? ആൻകോ 15 വയസ്സ് പോലും ആന്റെ കണ്ട തോന്നില്ല. അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാ. നിങ്ങൾ മനുഷ്യരെ പോലെയല്ലേ ഞങ്ങൾ. ഞങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. എന്നാ പിന്നെ കടലിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഫുൾ നിങ്ങളെ ഇരിക്കല്ലോ. മരിക്കലൊന്നുമില്ലല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് സ്ത്രീയെ. നിങ്ങളെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കുട്ടി, ഈ സ്ത്രീക്ക് വട്ടാണോ അതോ വെയിലാശുപത്രിയിൽ ചാടി വന്നതാണോ? നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ് അവരുടെ ട്രാപ്പ് വെച്ചു. നിങ്ങൾ അതിൽ വീണു. അതോ ഉണ്ടായ തെറ്റ്. ഞങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടി ഒരാളെയും കൂടെ